കാമാക്ഷി ചേച്ചിയല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇതെന്ത് ചോദ്യമാണ് ചേച്ചി? ചേച്ചി ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? എന്റെ അപ്പൻ ജീവിതകാലം മുഴുവൻ നിന്ന് ചേച്ചിയുടെ ചുണ്ണാമ്പല്ലേ. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് കയറിയാട്ടെ. വേണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ചേച്ചി, ഞാൻ മുറുക്കാൻ കിടക്കാരൻ പുഷ്പാങ്കൻ ചേട്ടന്റെ പകയിലൊരു അനിയനാ. ചേട്ടൻ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരി, ഇത് ആദ്യം എന്നോട് പറയണ്ടേ? അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയ കാര്യമല്ല. ശരി, മനസ്സ് വെച്ചോണ്ടിരുന്നാ മതിയോ? ഇതൊന്ന് പിടിച്ചേ. പുഷ്പാങ്കൻ ചേട്ടൻ തന്നെ കാശ് മുഴുവൻ ഭദ്രമായിട്ട് കയ്യിൽ തന്നെ ഉണ്ടല്ലോ ചേച്ചി. ഉണ്ട്. എന്താ ചോദിച്ചത്? അല്ല, ആ കാശ് വേറെ ആർക്കെങ്കിലും കൊടുത്തോന്ന് അറിയാനാ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ മറ്റോ? ഒരു ടിന് പൗഡർ വാങ്ങാൻ കടയിലോട്ട് പോകുമ്പോഴല്ലേ കുട്ടൻ വന്നത്. അതാരാ കുട്ടൻ? ഓ, കൊച്ചു കള്ളൻ. ഞാൻ കുട്ടാന്നോ അല്ലെങ്കിൽ മോനെന്നോ വിളിക്കൂ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. ആ ഉണ്ട കണ്ണുകൊണ്ടുള്ള നോട്ടവും ചിരിയും തലവെട്ടിക്കലും എല്ലാം പുഷ്പാങ്കത ചേട്ടനെ പോലെ തന്നെ. ചോറിന് എന്ത് കൂട്ടാനാ ഇഷ്ടം? തോരൻ. എന്താ ചോദിച്ചത്? രാത്രിയിലത്തെ ഊണിനാ. കുട്ടനെ ഇനി രാവിലെ ഞാൻ വിടൂ. അയ്യോ, അത് ഇന്ന് വേണ്ട, ഞാൻ പിന്നെ ദിവസം വരാം. അത് പറ്റില്ല, ഇന്നും വരണം അന്നും വരണം. എന്താടാ റോട്ടിൽ കൂടെ ഓണടിച്ചു പോയിക്കൂടെ? കുട്ടന് കോഴിക്കറിയാണോ വറുത്ത കാലാണോ ഇഷ്ടം? ഞാനേ ആദ്യമാണെന്നെ കണ്ടിട്ട് ഇപ്പൊ വരാം. എന്താണ് താമസിച്ചത്? കൈ കിട്ടണ്ടേ അണ്ണാ? വരട്ടെ അണ്ണാ. കുട്ടനിത് എവിടെ? ഞാൻ വിട്ടില്ല. തോൽക്കുമെന്നായപ്പോൾ അവൻ കത്തിയെടുത്തു. അറ്റ കൈക്ക് ഞാൻ ജഡിത കർബല കടകം പ്രയോഗിച്ചു. അതെന്താ? ഏടാ മണ്ട, ഇത് കളരിയിലെ 64ാമത്തെ പ്രയോഗമാണ്. തറയിൽ അമർന്നിരുന്ന് എഴുന്നേറ്റ് 6 അടി പൊക്കത്തിൽ ചാടി എതിരാളിയുടെ നെഞ്ചിൽ ചവിട്ടുക. ചവിട്ടുകൊണ്ടായി എതിരാളി വീഴും, അല്ലെങ്കിൽ നമ്മൾ വീഴും. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? ഒരു ദിവസം എനിക്ക് 2 പേരെങ്കിലും ഇടിക്കണം, അല്ലെങ്കിൽ മുതലാവില്ല. അത് വല്ലാത്ത സുഖേടാണല്ലോ. ഇന്നത്തെ കോൺട്രാക്ട് എനിക്ക് ഇവിടെ എവിടെയോ ആണ്. കാശൽപ്പം കുറവാ, അതിന് തല്ലിയേക്കാന്ന് വിചാരിച്ചു. നിർത്ത് വണ്ടി എത്രയായി? അയ്യോ, അലിയണ്ണന്റെ കാശ് വാങ്ങണം. കൊള്ള. ഞാൻ അലിയണ്ണന്റെ ഒരു ശിഷ്യനാ. ശിഷ്യനോ? എപ്പോഴാ ഞാൻ നിന്നെ കളരി പഠിപ്പിച്ചത്? നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല. അലിയണ്ണന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദിവസവും നിലവിളക്ക് കത്തിച്ചു വെച്ച് കളരി പഠിച്ച ഒരു ഏകലവ്യനാണ് ഞാൻ. അനുഗ്രഹിച്ചാലും. അത് ശരി, ഏകവല്യൻ എന്നാണല്ലോ നിന്റെ പേര്? അതെ. അല്ല, അതെ. പിന്നെന്തിനാണ് നീ ഓതിരം കടകം ചാടി വന്നത്? അത് പിന്നെ ഇന്നു മുതല് അണ്ണന്റെ അടുത്ത് നിന്ന് നേരിട്ട് കളരി അഭ്യസിക്കാലോ എന്ന് കരുതിയാ. മാത്രമല്ല, എനിക്കൊരു 100 രൂപയുടെ ചില്ലറയും വേണമായിരുന്നേ. ഈ പറഞ്ഞ 2 കാര്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അലിയണ്ണ, പ്രത്യേകിച്ചും വലിയ ആൾക്കാരുമായിട്ട്. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ബാക്കി കൊടുക്കാനുള്ളതാ. ഏകശല്യൻ ശിഷ്യനാളത്ര ശരിയല്ലല്ലോ. അയ്യോ, ഞാനൊരു നെല്ലിക്ക പോലെയാണെന്ന് അപ്പുക്കിട്ടൻ സാർ എപ്പോഴും പറയാറുള്ളത്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ആള് പാവാ. ചില്ലറ ഒരു 20 രൂപ കുറവുണ്ടല്ലോ. ആ 20 രൂപ എന്റെ ദക്ഷിണായിട്ട് എടുത്തട്ടെ. എന്നെ അനുഗ്രഹിക്കണം. ആരെയും ശല്യം ചെയ്യാതെ പോയിട്ടു. അണ്ണനെ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഈ 10ന്റെ നോട്ടും. ബാബു, ഇന്ന് അന്വേഷിക്കാൻ സ്ഥലമില്ല. നീ ഓർമ്മിക്കാ 10ന്റെ നോട്ടെടുത്ത് ആർക്കെങ്കിലും കൊടുക്കരുത് പറയാൻ വേണ്ടി വന്ന. ആ 10ന്റെ നോട്ട് എന്നെ മിസ്സായി. പക്ഷേ തിരിച്ചിട്ടി. ഇതുവരെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല. പോയി ഒഴിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ഇറങ്ങി ഒരു ചേച്ചിക്ക്. എന്താ ഈ ഓട്ടക്കാരെല്ലാവരും മനുഷ്യ പിടിപ്പിക്കാൻ? ഞാൻ വരുന്നേ, പോവല്ലേ. ഇവർക്ക് ചെവി കേട്ടൂടെ? എന്താണ് പ്രശ്നം? കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല.
ഇനി മേലെ ഞാൻ നടു റോട്ടി പെടുക്കൂല. അതല്ലടാ ഈ ഓട്ടോക്കാരെല്ലാം കൂടി എന്താ പറഞ്ഞത്? ആ അതൊരു 10 രൂപ നോട്ടിന്റെ പ്രശ്നം. 10 രൂപ നോട്ടോ? ആ നമ്മുടെ ബാവുണ്ട് കിട്ടിയ 10 രൂപ. എന്റെ അണ്ണാ അത് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടേ. ഞാനും കൊണ്ടുണ്ട് വരട്ടെ അണ്ണാ. ആ വിട്ടോ അണ്ണനെ സ്റ്റാൻഡ് ചെയ്യേ. ശിഷ്യൻ ഗുരുവിനെ പാര വെച്ചോ.